എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ റുക്കിയുടെ ബ്രദർ ആളാണെങ്കിൽ ഇപ്പൊ അവളോട് അവളുടെ വധശിക്ഷയുടെ കാര്യം പറഞ്ഞ് ഉടനെ അങ്ങനെ ഹായ് ആയിട്ട് കടന്നു വരും. ഉടനെ 2 ഡിവിഷൻ ക്യാപ്റ്റന്മാര് ഇപ്പൊ അവന്റെ അടുത്തേക്ക് വരികയാണ്. സത്യത്തിൽ നീ അവളുടെ ബ്രദർ തന്നെയാണോ? നിനക്ക് അവളോട് ഒരല്പം പോലും സ്നേഹമില്ലേ? നിന്റെ സിസ്റ്ററിന്റെ മേലെ ഡെത്ത് പെനാൽറ്റി ചുമത്തിയിട്ടും നീ അതിനെതിരെ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. ഞങ്ങൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നിന്റെ സ്ഥാനത്തുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിനെതിരെ പ്രതികരിച്ചേനെ. അത് കേട്ട് നമ്മുടെ ബ്രദറിനാണെങ്കിൽ അവന്റെ ടെൻഷൻ അതങ്ങനെ കൂടി കൂടി വരും. ഇതിന്റെ ഫാമിലി മാറ്റർ ആണ്. സോ നിങ്ങൾ ആരും അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ ഫാമിലിയുടെ വിലയും നിലയും അത് എത്രത്തോളം ആണെന്ന് നിങ്ങൾക്കറിയില്ലേ? സോ നിങ്ങൾക്ക് അതിൽ അഭിപ്രായം പറയാൻ യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല. അതിനുശേഷം 2 ടീമും ഒന്നിന് 50 പറഞ്ഞ് 100 പറഞ്ഞ് ഒരിഞ്ഞ തർക്കം. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പോ ആ മീശക്കാരനെ കാണിക്കുകയാണ്. ആളാണെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ ഒരു വലിയ കുഴിയിൽ നിന്ന് പുറത്തേക്ക് വരും. ചിന്നപ്പയ്യനാണെങ്കിൽ മീശക്കാരനെ കണ്ട് ആളോട് ചോദിക്കും, എന്തുപറ്റി? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിങ്ങൾ ഓക്കെ അല്ലേ? അതിനാൾ പറയും, എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്റെ ഗ്ലാസ് അത് ചെറുതായിട്ട് ഒന്ന് പൊട്ടിപ്പോയെന്ന് പറയും. ആ ചിന്നപ്പയ്യനാണെങ്കിൽ അങ്ങനെ ടേൺ ചെയ്ത് ഇപ്പൊ നമ്മുടെ ഹീറോയെ നോക്കും. ഹീറോയാണെങ്കിൽ ഉറഹറയുമായിട്ട് ഒരിഞ്ഞ ഫൈറ്റ്. പക്ഷേ ഉറഹറയുടെയും അവന്റെ സ്റ്റിക്കിന്റെയും പവർ മനസ്സിലാക്കിയ നമ്മുടെ ഹീറോ അവനാണെങ്കിൽ ഉഷാറായിട്ട് അവിടുന്ന് ഓടാനായിട്ട് തുടങ്ങും. ആ ഷോപ്പ് ഓണർ ആണെങ്കിൽ ആളുടെ കയ്യിലുണ്ടായിരുന്ന ആ സ്റ്റിക്ക് അത് വെച്ച് അവന്റെ തലയിലുണ്ടായിരുന്ന ആ ഹോളോ മാസ്ക് അത് മൊത്തത്തില് തട്ടിത്തെറിപ്പിച്ച് കളയും. ഹീറോയ്ക്കാണെങ്കിൽ അതുകൂടെ കാണുമ്പോൾ ഡബിൾ ഷോക്കാവും. റീബയാണെങ്കിൽ ആ സ്റ്റിക്ക് കാണിച്ചിട്ട് പറയും, ഇത് എന്റെ സമ്പത്തുമാണ്, ഇതിന്റെ പേര് ഒരിഹിമ എന്നാണെന്ന് പറഞ്ഞ് ആ പേര് വിളിക്കും. ആ പേര് വിളിക്കേണ്ട താമസം അതൊരു ജയന്റ് സ്ക്വാഡായി മാറുകയാണ്. ഹീറോ ആണെങ്കിൽ കണ്ണുമ വെട്ടാതെ ആ സ്ക്വാഡിലേക്ക് തന്നെ നോക്കും. ഒരാരാണെങ്കിൽ ഹീറോയുടെ സമ്പത്തു അതങ്ങനെ വെട്ടി താഴെ ഇടുകയാണ്. ഉടനെ ഹീറോ അവൻ വീണ്ടും ഉഷാറായിട്ട് ചാടി ഓടും. ഹീറോയുടെ പിന്നാലെ വന്ന ഉരഹര അവനോട് പറയും, നീ നിന്റെ സ്പിരിച്വൽ എനർജി അത് നിന്റെ സമ്പത്തുവിലേക്ക് കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് എനിക്ക് നിന്റെ സ്ക്വാഡിനെ ഈസി ആയിട്ട് വെട്ടി താഴെ ഇടാൻ കഴിഞ്ഞത്. നിന്റെ കയ്യിൽ ഇപ്പോഴും ആ സമ്പത്തുവിന്റെ ബാക്കി പോർഷൻ ഉണ്ട്, അതിലേക്ക് നിന്റെ സ്പിരിച്വൽ എനർജി കൊടുത്ത് എന്റെ തലയിലുള്ള ക്യാപ്പ് അത് നീ തട്ടിത്തെറിപ്പിക്കണം. അങ്ങനെ നിനക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പിന്നീട് ഒരിക്കലും നീ ജീവിച്ചിരിക്കില്ല എന്ന് പറയും. അത് കേട്ട് ഹീറോ ആണെങ്കിൽ ഫുൾ ഷോക്കായി ആളുടെ അടുത്ത് നിന്ന് ദൂരേക്ക് ഓടുകയാണ്. ഉരഹരയാണെങ്കിൽ അവനെ വിടാതെ പിന്നാലെ ഓടിക്കൊണ്ടേയിരിക്കും. ഹീറോ ആണെങ്കിൽ മുൻപോട്ടേക്ക് ഓടുന്തോറും അവന്റെ ഉള്ളിലെ കുറ്റബോധവും സങ്കടവും അത് കൂടി വരികയാണ്. സത്യത്തിൽ ഞാനൊരു ഭീരുവാണ്, എന്റെ ഉള്ളിൽ ഇത്ര എനർജിയും പവറും ഉണ്ടായിട്ടും എനിക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയുന്നില്ല, ഞാനൊരു ഫെയിലിയർ തന്നെയാണെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ വിഷമിക്കുമ്പോഴായിരിക്കും അടുത്ത നിമിഷം അവന്റെ സോൾ റീപ്പർ ഫോം കണ്ടെത്തുമ്പോൾ അവിടെ വെച്ച് കണ്ട ആ ഒരാളെ വീണ്ടും കാണുക. നീ ഇപ്പോഴും എന്നെ തിരിച്ചറിഞ്ഞില്ലേ? കണ്ണു തുറന്ന് എന്നെ നോക്ക്, എന്റെ ശബ്ദം അത് നീ കേൾക്ക്, എന്റെ പേര് അത് മനസ്സിലാക്കി വിളിക്ക്. നീ ഇപ്പൊ സത്യത്തില് ഒരാളുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. നിനക്കിപ്പോ ആവശ്യം എന്താണെന്ന് നീ മനസ്സിലാക്കണം. എന്റെ ഭീതിയും ഭയവും പേടിയും അതെല്ലാം തന്നെ ദൂരേക്ക് മാറ്റിവെച്ച് നീ കോൺസെൻട്രേറ്റ് ചെയ്യണം. അത് കേട്ട് ഹീറോ ഒരു സെക്കൻഡ് ചിന്തിച്ച് അങ്ങനെ ടേൺ ചെയ്ത് ഉരഹരയ്ക്ക് നേരെ ഫേസ് ചെയ്ത് നിൽക്കും. ദൂരത്തായിട്ട് ആ ഷോപ്പിലുണ്ടായിരുന്ന ആൾക്കാരും ഷോപ്പ് ഓണർ ഉരഹരയുടെ അസിസ്റ്റൻസും അവരെല്ലാവരും അടുത്ത നിമിഷം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാനായി അങ്ങനെ ഒക്കെ മുറുക്കി പിടിച്ച് കണ്ണുകൾ തുറന്നു വെച്ച് അത് നോക്കി നിൽക്കുകയാണ്. ഇവിടെ ആ രൂപമാണെങ്കിൽ അവനെ വീണ്ടും വീണ്ടും എൻകറേജ് ചെയ്യാണ്. ഇച്ചിഗോ, നിന്റെ പവർ നീ തിരിച്ചറിയ്. നീ പിന്തിരിഞ്ഞോടിയ നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. നിന്റെ സ്ട്രെങ്തും പവറും അതെന്താണെന്ന് കാണിക്കാനുള്ള സമയമാണ്. ഈ സമയത്തെങ്കിലും അത് തിരിച്ചറിഞ്ഞ് അവന് നേരെ അറ്റാക്ക് അഴിച്ചു വിട്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അവൻ നിന്നെ കൊന്നുകളയും. അടുത്ത നിമിഷം നമ്മുടെ ഹീറോ അവനാണെങ്കിൽ അവന്റെ സമ്പത്തുവിന്റെ പേര് തിരിച്ചറിഞ്ഞ് അതങ്ങനെ വിളിക്കുകയാണ്. വലിയൊരു ഇടിമിന്നലോട് കൂടെ അവിടെ പുതിയ സമ്പത്ത് അതവന്റെ കയ്യിൽ വരികയാണ്. അത് കണ്ട് ഉരഹരയും അവിടെ ഉണ്ടായിരുന്നവരും എല്ലാവരും ഷോക്കായിട്ട് നിൽക്കും. ഉരഹരയാണെങ്കിൽ ഫുൾ കോൺഫിഡൻസിൽ ഇപ്പൊ ഹീറോയെ നോക്കും. ഹീറോ അടുത്ത നിമിഷം അവന്റെ സ്ക്വാഡ് കറക്കി ആ ഒരു തൊപ്പി അത് തെറിപ്പിച്ച് കളയാണ്. അതിനുശേഷം വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തിൽ അവൻ പോസൊക്കെ കൊടുത്തു നിൽക്കും. ഇവിടെ ഉരഹര ആള് ഹാപ്പിയായി ആ താഴെ വീണ തൊപ്പിയെടുത്ത് തലയിൽ വെക്കും. ഇവിടെ ഇച്ചിഗോ ആണെങ്കിൽ ഓൾറെഡി ഒരുപാട് പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവൻ അങ്ങനെ ക്ഷീണിച്ച് തളർന്ന് ഉറങ്ങാനായിട്ട് തുടങ്ങും. അങ്ങനെ ക്യാമറ സൂം ഔട്ട് ചെയ്ത് ഇപ്പൊ ഒരു ഫൈറ്റ് ചെയ്ത ആ ഒരു സ്ഥലം കാണിക്കുകയാണ്. നമ്മുടെ ഹീറോ ഇച്ചിഗോ അവനാണെങ്കിൽ അവന്റെ സ്ക്വാഡ് എടുത്ത് വീശിയതിൽ അവിടെ ഉണ്ടായിരുന്ന വലിയൊരു മല അതുപോലും ഉണ്ടായിട്ട് പിളർന്നിരിക്കുകയാണ്. ഒരേറെക്കാണെങ്കിൽ ഇപ്പൊ അവന്റെ പവറൊക്കെ കണ്ട് ഭയങ്കര അത്ഭുതം. ഇത്രയും പവർ ഹീറോയ്ക്ക് ഉണ്ടാവുമെന്ന് ആള് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. കട്ട് ചെയ്ത ഇവിടെ ഒറിഹിബയും മുടിയനും കണ്ണാടി പയ്യനും അവരാണെങ്കിൽ ഉഷാറായിട്ട് ഒരു ബിൽഡിങ്ങിന്റെ മുകളിലിരുന്ന് ട്രെയിനിങ് ചെയ്യാണ്.
പൂച്ചയാണെങ്കിൽ അവർക്കുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. അങ്ങനെ ട്രെയിനിങ് ചെയ്ത് ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന വലിയൊരു ബിൽഡിംഗ് അത് ഇടിച്ച് തകർക്കുകയാണ്. ശബ്ദമൊക്കെ കേട്ട് ജനങ്ങളും പോലീസും ഫയർഫോഴ്സും എല്ലാവരും അവിടേക്ക് വരും. അത് കണ്ട പൂച്ച കാര്യം വഷളാകാണെന്ന് മനസ്സിലാക്കി എത്രയും വേഗം ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ നിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് പറയും. അത് കേട്ട് അവരവിടുന്ന് ചാടി ഓടും. പൂച്ചയ്ക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം, ഇവർ ഇത്രയും വേഗം ഇവരുടെ പവറിൽ മാസ്റ്ററിങ് ചെയ്യുമെന്ന് അവൻ കരുതിയില്ല. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് നമ്മുടെ ഹീറോ അവനാണെങ്കിൽ ആ സോൾ സൊസൈറ്റിയിലേക്ക് പോകാൻ ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട്. ആ ഗേറ്റ് തുറന്നാൽ മാത്രമേ അവൻ അവിടേക്ക് പോകാനായി കഴിയൂ. സോ ഇതിനു മുൻപ് ഫ്രണ്ട്സും ഫാമിലി ആയിട്ട് ഒരല്പം എന്റർടൈൻ ചെയ്യാമെന്ന് കരുതി അവൻ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് ഒരു ഫയർ വർക്ക് കാണാൻ പുറത്തേക്ക് വരികയാണ്. അതേസമയം മറ്റൊരു ഭാഗത്ത് ഒർഹിബ അവളാണെങ്കിൽ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ടാക്സിമിയുടെ അടുത്തേക്ക് വരികയാണ്. ടാക്സിമിയുടെ കൈ ഫ്രാക്ചർ ആണ്. നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ഒർഹിബ ചോദിക്കും. അതിനവള് പറയും കുഴപ്പമൊന്നുമില്ല, ഒരു പെയിൻ അത് മാത്രമേ ഉള്ളൂ എന്ന് പറയും. ഇച്ചിഗോയും നമ്മുടെ ക്ലാസ്സിലെ ബാക്കി സ്റ്റുഡൻസും അവരെല്ലാവരും ഫയർ വർക്ക് കാണാൻ പോയി. പക്ഷെ എനിക്കാണെങ്കിൽ അതിൽ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഒരു ലേക്കിന്റെ അരികിലേക്ക് വരികയാണ്. ഒർഹിബയ്ക്കാണെങ്കിൽ ലേക്കിനോടനുബന്ധിച്ച് ഒരുപാട് മെമ്മറീസ് ഉണ്ട്. അവളും അവളുടെ ബ്രദറും അവിടെ ഒരുപാട് സമയം പണ്ട് ചെലവഴിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഒന്നൊന്നായി ആലോചിച്ച് അങ്ങനെ അയവിറക്കി നിൽക്കും. ഞാൻ എൻ്റെ റിലേറ്റീവ്സിനെ കാണാൻ നെക്സ്റ്റ് വീക്ക് നാട്ടിലേക്ക് പോവാണ്, അതിനുശേഷം മാത്രമേ ഇനി നമ്മൾ കാണൂന്ന് പറഞ്ഞ് ഒർഹിബ അവൾ അവിടെ നിന്ന് കടന്നു പോകും. അതേസമയം ഇവിടെ ഹീറോയിൻ ടീമും ആണെങ്കിൽ ആ ഫയർ വർക്ക്സ് അത് ആഘോഷിക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ഹീറോയ്ക്ക് ആ ഷോപ്പ് ഓണർ പറഞ്ഞ ഒരേ ഒരു കാര്യം മാത്രമാണ് ഇപ്പൊ മനസ്സിൽ. ഫയർ വർക്ക്സ് കഴിഞ്ഞ 7ാമത്തെ ദിവസം നീ ഉറങ്ങാതെ എന്റെ നിർദ്ദേശത്തിന് വേണ്ടി കാത്തിരിക്കണം, അന്നാണ് നിന്റെ ദിവസം. ആ ഒരു കാര്യം മനസ്സിലുള്ള ഹീറോ അവനാണെങ്കിൽ ഉറങ്ങാതെ ജനലൊക്കെ തുറന്നിട്ട് കാത്തിരിക്കുകയാണ്. അടുത്ത നിമിഷം റെഡ് കളറിൽ എന്തോ ഒന്ന് അവന്റെ ചുമരിൽ ആഞ്ഞെട്ടിക്കുകയാണ്. അവൻ ആ ഹിറ്റ് ചെയ്ത ഭാഗത്തേക്ക് നോക്കും. അവിടെ റെഡ് കളറിൽ ഒരാര ഷോപ്പിന്റെ അടുത്തേക്ക് ഹീറോയോട് വരാനായിരിക്കും എഴുതി കാണിക്കുക. അവൻ അതനുസരിച്ച് അവന്റെ സാധനങ്ങളൊക്കെ ആയി പുറത്തേക്ക് ഇറങ്ങും. അടുത്ത നിമിഷം ആ വീടിന്റെ മുകളിൽ നിന്ന് ഒരാൾ താഴേക്ക് ചാടുകയാണ്. ഇവിടെ ആളാണെങ്കിൽ ബോഡി മുഴുവൻ ചോരയായിട്ട് അങ്ങനെ വീണ് കിടക്കുകയാണ്. മറ്റാരുമല്ല ഹീറോയുടെ പപ്പ. ഹീറോ ആണെങ്കിൽ പപ്പയെ അങ്ങനെ താങ്ങി എടുക്കുകയാണ്. പപ്പ അവനോട് പറയും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇത് നിന്റെ അമ്മയുടെ ലോക്കറ്റാണ്, ഇത് നിന്നെ ഏൽപ്പിക്കാനാണ് നിന്റെ പിന്നാലെ വന്നത്. നീ തിരിച്ചു വരുമ്പോൾ ഈ ലോക്കറ്റ് അതെന്നെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് ഹീറോയെ പറഞ്ഞയക്കും. അതിനുശേഷം അല്പസമയം കഴിഞ്ഞ് ഹീറോ ആ ഉറഹറ ഷോപ്പിന്റെ തൊട്ട് മുൻപിൽ വരും. അവിടെയാണെങ്കിൽ അവന് ഞെട്ടിച്ചുകൊണ്ട് അവന്റെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള മുടിയനും കണ്ണാടി പയ്യനും ഒറേബയും അവർ 3 പേരും അങ്ങനെ നിൽക്കുകയാണ്. അതിനാ പൂച്ച പറയും, ഇച്ചിഗോ ഇവർ 3 പേരും നിന്നോടൊപ്പം ആ ഒരു സോൾ സൊസൈറ്റിയിലേക്ക് വരികയാണ്. ഇവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്, പ്രധാനമായിട്ടും റുക്കയെ തിരികെ കൊണ്ടുവരിക എന്നതാണ്. നീ ട്രെയിനിങ് എടുക്കുന്ന അതേ സമയം തന്നെ ഞാനും ഇവർക്ക് ട്രെയിനിങ് കൊടുത്തിരുന്നു. ആണെങ്കിൽ ആദ്യം ആ കാര്യം കേട്ട് ഞെട്ടും. അതിനുശേഷം അവനവരെ പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കും. അതിന് ഒറിയബ പറയും, ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങളും നന്നായിട്ട് ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. മുൻപന്തിയിൽ നിൽക്കാൻ നീ ഉള്ളപ്പോൾ ഞങ്ങൾക്ക് പേടിയില്ല. നിന്നോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവർക്കെതിരെ ഫൈറ്റ് ചെയ്ത് റുക്കയെ തിരികെ കൊണ്ടുവരാൻ ഞങ്ങൾക്കും നിന്നോടൊപ്പം വരണമെന്ന് പറഞ്ഞ് അവരെല്ലാവരും ഉറഹറയുടെ അടുത്തേക്ക് വരും. ഉറഹറയാണെങ്കിൽ അവരെ കൂട്ടി ആ ഒരു ബേസ്മെന്റിലേക്ക് പോവാണ്. ഉറഹറയാണെങ്കിൽ ആ സോൾ സൊസൈറ്റിയുടെ ഗേറ്റ് അത് അവർക്ക് കാണിച്ചു കൊടുക്കും. ഈ സോൾ സൊസൈറ്റിയുടെ ഗേറ്റിന് ചില പ്രത്യേകതയുണ്ട്. നിങ്ങളുടെ സ്പിരിച്വൽ എനർജിയിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനുള്ളിലൂടെ പ്രവേശിക്കാനായിട്ട് കഴിയൂ. ഇച്ചിഗോയ്ക്കാണെങ്കിൽ ഓൾറെഡി സ്പിരിച്വൽ എനർജി ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് 3 പേർക്കും അതില്ല. സോ നിങ്ങളുടെ സ്പിരിച്വൽ എനർജി അത് ഞാൻ അവേക്കൻ ചെയ്യാൻ പോവാണ്. ഗേറ്റ് കടന്ന് കൃത്യം 4 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾ സോൾ സൊസൈറ്റിയിൽ എത്തണം. സഹായിക്കാൻ എന്റെ ഫ്രണ്ട് ഈ ക്യാറ്റ് അത് നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന് പറയും. അടുത്ത നിമിഷം അവരെല്ലാവരും ആ ഗേറ്റിലൂടെ അകത്തേക്ക് പോകും. ഗേറ്റ് ക്ലോസ് ആയി കഴിഞ്ഞ് നമ്മുടെ ഉറഹറ ആളാണെങ്കിൽ ഒരുപാട് പ്രതീക്ഷയോടെ ആ ഗേറ്റിൽ ടച്ച് ചെയ്യും. റുക്കയായിട്ട് തീർച്ചയായിട്ടും അവർ തിരികെ വരും എന്നൊരു വലിയ പ്രതീക്ഷയോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.